എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇടവിട്ട് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ. അടുപ്പിച്ച് കുറേ പ്രോഗ്രാംസും അതിനോടനുബന്ധിച്ച് തൊണ്ടയ്ക്ക് ചെറിയൊരു സുഖമില്ലായ്മയും വന്നത് മൂലം വളരെ പരിമിതമായ രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി തുടർന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു പ്രത്യേക വിശേഷം നിങ്ങളെ അറിയിക്കാനാണ്. നമ്മുടെ സനാതനധർമ്മത്തിലെ പ്രധാനപ്പെട്ട രത്നങ്ങളെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സംസ്കൃതത്തിലുള്ള കൃതികൾ അഥവാ സ്തോത്രങ്ങൾ ശ്രീ ശങ്കരാചാര്യരുടെയും മറ്റു പണ്ഡിതന്മാരുടെയും പ്രശസ്തമായ കൃതികൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്തോത്രനാമ സങ്കീർത്തനം എന്ന ഗ്രൂപ്പ് എനിക്കുള്ളതായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾ നടത്തിയ പ്രോഗ്രാംസിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളത് വളരെ നല്ല രീതിയിൽ തുടർന്നുകൊണ്ട് പോകുന്നു. വളരെയധികം പ്രോഗ്രാംസും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ആരംഭിക്കുകയാണ്. കൂടാതെ രാധാമാധവം എന്ന ഫീൽ ദ ബ്ലിസ് എന്ന ഭജൻ ഗ്രൂപ്പും ഞങ്ങൾക്കുണ്ട്. അതിലൂടെയും ഞങ്ങൾ ഈ ഹൈന്ദവ സമുദായത്തിൻ്റെ ഭജനകളെയും ഗാനങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹൈന്ദവ സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട രത്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. സ്തോത്ര ഭജൻസിൻ്റെയും അല്ലാതെയുള്ള ഭജൻസിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. കൂടാതെ നമുക്കിപ്പോൾ യൂട്യൂബിലൂടെയും ഇവയെ പരിചയപ്പെടാം, പഠിക്കാം. സംസ്കൃത ഭാഷ ദേവഭാഷയാണ്. അവയുടെ കമ്പനങ്ങൾ വളരെയധികം പവർഫുള്ളാണ്. ശരിയായ രീതിയിൽ സംസ്കൃത അക്ഷരങ്ങൾ ഉച്ചരിച്ചാൽ അവയുടെ കമ്പനങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് പോസിറ്റീവ് എനർജി നൽകുന്നു. അതുവഴി നമ്മുടെ അസുഖങ്ങളും മാനസികമായ പ്രശ്നങ്ങളും ശരീരത്തിന് കൂടുതൽ എനർജി പകരുകയും അതുവഴി ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ഉന്നതതലമായ ചിന്തകളിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതുവഴി ലോകത്തിന് തന്നെ വലിയൊരു മാറ്റം സംഭവിക്കുന്നു. അത് ശരിയായ രീതിയിൽ ഉച്ചരിച്ചാൽ മാത്രമേ അവയുടെ കമ്പനങ്ങൾ നമ്മുടെ ശരീരത്തിലേക്കും ബ്രെയിനിലേക്കും കിട്ടുകയുള്ളൂ. അവ എങ്ങനെ ഉച്ചരിക്കണമെന്നും അത് ചൊല്ലാൻ എളുപ്പത്തിന് വേണ്ടി എല്ലാവർക്കും ചൊല്ലാൻ എളുപ്പത്തിന് വളരെ ചെറിയ രീതിയിലുള്ള ഈണം കൊടുത്തുകൊണ്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കണമെന്ന് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി ആ ഈണം പകർന്നുകൊണ്ട് നിങ്ങളിലേക്ക് ആ സ്തോത്രങ്ങൾ പകർന്നു നൽകുകയാണ് ഞാൻ. അതിനുവേണ്ടി എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടി അടുത്ത ദിവസം തന്നെ ആരംഭിക്കാം.